സർട്ടിഫിക്കറ്റുകളാ? അതെ. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ ജനസംഖ്യ 100 കോടി കവിഞ്ഞത് ഏത് വർഷം? മെയ് 2000 മെയ്. മെയ് 2000 2000 മെയ്യോ? 2000 മെയ്. 2000 മെയ്. രണ്ടും കറക്റ്റ് ആൻസറാണ്. തോമസ് ആൽവ എഡിസൺ കേട്ടുണ്ടോ? കേട്ടുണ്ട് സർ. ജനിച്ച വർഷം ഏതാണ്? തോമസ് ആൽവ എഡിസൺ ജനിച്ച വർഷം അറിയില്ല സർ. അറിയില്ല അല്ലേ? അയ്യോ പോയി. വാസ്കോഡ ഗാമ കേട്ടിട്ടുണ്ടോ? വാസ്കോഡ ഗാമ മരിച്ചുപോയി. മൂപ്പരിനെ അടക്കം ചെയ്തത് എവിടെയാണ്? ഏത് സ്ഥലത്താണ് അടക്കം ചെയ്തത്? അറിയില്ല സർ. അറിയില്ല. പോയി. അറിയില്ല. സാരമില്ല, അറിയിക്കാം കേട്ടോ. പുറത്ത് മണ്ടോതിരി പറഞ്ഞിട്ടൊരു ഉണ്ടോ? അവർക്ക് വരാൻ പറയും കേട്ടോ. ഇത് അറിയിക്കാം. താങ്ക് യു സർ. ഓ താങ്ക് യു. കുഴപ്പമില്ല. ഞാൻ പോയിട്ട് വരാം. ഒന്നിച്ചു പോട്ടെ. നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. നിങ്ങൾ ഏത് ജോലിക്ക് വന്നതാണ്? പാർട്ട് ടൈം സ്വീപ്പറായിട്ട്. അയ്യോ, അത് അംഗപരിമിതർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ജോലിയാണ്. ഞാൻ അംഗപരിമിതയാണ് സാർ. എന്താ ഈ പറയണത്? നിങ്ങൾ വരുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് അവിടെയാണ് പ്രശ്നം. സാർ ഇതൊന്ന് നോക്കണം. സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റ്? സർട്ടിഫിക്കറ്റ് ഒക്കെ ആർക്കും കിട്ടും, എവിടുന്ന് കിട്ടും? ഇതുകൊണ്ട് കാര്യമില്ല കുട്ടിയെ. ഈ സർട്ടിഫിക്കറ്റ് എന്താ കാര്യം? അതിലെഴുതിയിട്ടുണ്ട്. ഇതിലെഴുതിയിട്ടുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് കാര്യമില്ല. ഇതിനൊന്നും വാല്യൂ ഇല്ല സാർ. അങ്ങനെ നിയമം ഉണ്ടല്ലോ. എന്ത് നിയമം? ഇന്റർവ്യൂ ബോർഡ് നിയമം പഠിപ്പിക്കാൻ വന്നാണ് നിങ്ങള്? സാർ ഒന്നും കൂടി നോക്കണം. നോക്കാനില്ല മോളെ, ഇത് നോക്കിയതല്ലേ ഞാന്. എനിക്ക് അറിഞ്ഞൂടെ ഇത്? എനിക്ക് അർഹതയുള്ളത് കൊണ്ടല്ലേ സാറ് ഞാൻ വന്നത്. അർഹത ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? കരയരുതെന്ന് നോക്കി. കരയാൻ നിൽക്കരുത് കേട്ടോ. എനിക്ക് കരച്ചിൽ കണ്ട എനിക്ക് ആകെ ഇതാണ്. പോയിക്കോളെ. ഇതൊരു ഓഫീസല്ലേ. നിങ്ങൾ വെറുതെ ജോലിക്ക് വന്ന് ഇന്റർവ്യൂവിന് മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ കരഞ്ഞു കണ്ടിട്ടെന്താ കാര്യം? മണ്ടു മണ്ടു എന്തിനാ പറയണേ? ഇതേ ഇങ്ങോട്ട് നോക്ക്. ജോലി കിട്ടില്ലെന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അറിഞ്ഞൂടാ. കരയല്ലേ മണ്ടു. അയ്യേ വാ.